കഴിഞ്ഞ 40 വർഷമായിട്ട് നമുക്കറിയാം ഇവിടുത്തെ ഭരണരീതികളും മറ്റു കാര്യങ്ങളുമെല്ലാം. BJP അതിനെ വലിയൊരു മാറ്റം തന്നെ കൊണ്ടുവരുന്നുള്ള യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ കാലങ്ങളിൽ സാധാരണക്കാർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ രാഷ്ട്രീയ ചിന്താഗതി മാത്രം വച്ചുകൊണ്ട് അവരെ യൂണിയനിൽ വിട്ട വ്യക്തികൾക്ക് മാത്രമായിട്ട് കൊടുക്കുകയും. നമസ്കാരം. ചരിത്ര നേട്ടം കൊയ്ത് BJP തിരുവനന്തപുരം നഗരസഭ പിടിച്ചെടുത്തിരിക്കുകയാണ്. നിലവിലിപ്പോൾ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട് പ്രകാരം സ്വതന്ത്രനായി ജയിച്ച പാറ്റൂർ രാധാകൃഷ്ണൻ BJPക്ക് വോട്ട് ചെയ്തിരിക്കുന്നു. ഇക്കഴിഞ്ഞ ദിവസം അദ്ദേഹം BJPയെ അനുകൂലിച്ച് കൊണ്ട് രംഗത്ത് വരികയും ചെയ്തിരുന്നു. VV രാജേഷിന് 51 വോട്ടാണ് ലഭിച്ചത്. BJP 50, സ്വതന്ത്രൻ 1. വോട്ടെടുപ്പിന് തൊട്ടു മുൻപായി BJP കൗൺസിലർമാർ ദൈവങ്ങളുടെ പേര് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. അതൊരു വിവാദമായിരുന്നു. അത് ചട്ടലംഘനമാണ് എന്ന് CPM കൗൺസിലർ SP ദീപക് ചൂണ്ടിക്കാട്ടിയെങ്കിലും കളക്ടർ അത് നിരസിച്ചു. എന്തായാലും നിലവിലിപ്പോൾ ഈ ഒരു മേയർ തിരഞ്ഞെടുപ്പിൻ്റെ അനൗൺസ്മെൻ്റാണ് കളക്ടർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിലിപ്പോൾ മേയറായി VV രാജേഷിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. നഗരസഭയിൽ നിരവധി പ്രവർത്തകരാണ് ഉള്ളത്. ആർപ്പ് വിളികളും മുദ്രാവാക്യം വിളികളുമെല്ലാമായി തന്നെ വലിയ രീതിയിലുള്ള ആഘോഷം തന്നെയാണ് BJP നിലവിലിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിരവധി BJP പ്രവർത്തകരാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. കേരളത്തിൽ ചരിത്രം കുറിച്ചിരിക്കുകയാണ് BJP. കൗൺസിലറായി VV രാജേഷ് സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്താണ് പറയാനുള്ളത്? കഴിഞ്ഞ 40 വർഷമായിട്ട് നമുക്കറിയാം ഇവിടുത്തെ ഭരണരീതികളും മറ്റു കാര്യങ്ങളുമെല്ലാം. BJP അതിനെ വലിയൊരു മാറ്റം തന്നെ കൊണ്ടുവരുന്നുള്ള യാതൊരു സംശയവുമില്ല. ഈ ചരിത്രത്തിൽ ഒരു മാതൃക തന്നെ ആയിരിക്കും ഈ ഭരണം. മേയർ ആര്യ രാജേന്ദ്രന്റെ മുൻ മേയറുടെ അഴിമതി എല്ലാം തന്നെ പുറത്ത് കൊണ്ടുവരുമോ BJP? അഴിമതി തീർച്ചയായിട്ടും പുറത്ത് കൊണ്ടുവരും. നമുക്കറിയാലോ, കോർപ്പറേഷൻ ഓരോ സ്ഥലത്ത് നടക്കുന്ന നമ്മുടെ ചന്ത അതുപോലെയുള്ള ഏരിയ ഒക്കെ ഉണ്ടല്ലോ, എല്ലാം അവരുടെ കസ്റ്റഡിയിലല്ലേ. അവരുടെ സ്വന്തം സ്ഥാപനം പോലെയാണ് കോർപ്പറേഷൻ ഈ ചന്ത ഭാഗങ്ങളൊക്കെ അവർ കൈയടക്കി വച്ചിരിക്കുന്നത്. അവരെ വണ്ടി പാർക്ക് ചെയ്യുക, അവരുടെ ഓഫീസ് പേഴ്സണലായിട്ട് ഉപയോഗിക്കുക, പബ്ലിക്കിനുള്ള സംഭവം പേഴ്സണലായിട്ട് ഉപയോഗിക്കുകയാണ്. അതെല്ലാം ഒരു മാറ്റം ഉണ്ടാവില്ല. എന്തായാലും BJP പ്രവർത്തകർ പറയുന്നത് മുൻ മേയറായ ആര്യ രാജേന്ദ്രൻ്റെ അഴിമതി എല്ലാം തന്നെ പുറത്തു കൊണ്ടുവരും. അതിനുള്ളൊരു മറുപടി കൂടിയായിരിക്കും ഈ ഒരു തെരഞ്ഞെടുപ്പ്, ഈ ഒരു വിജയം എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. ചേട്ടാ, പറയാനുള്ളത്, ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വെച്ച ആശയങ്ങളോടുകൂടി തിരുവനന്തപുരം ജില്ലയുടെ ജനങ്ങൾ അംഗീകരിച്ചിരിക്കുന്നൊരു സൂചനയാണ് ഇന്ന് ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു പ്രതിനിധി ഇന്ന് ഈ നഗരസഭ ഭരിക്കുവാൻ വേണ്ടിയിട്ട് ഇന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. രണ്ടാമത്, കഴിഞ്ഞ കാലങ്ങളിൽ സാധാരണക്കാർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ രാഷ്ട്രീയ ചിന്താഗതി മാത്രം വച്ചുകൊണ്ട് ഒന്നാമതായിട്ട് ഭവന പദ്ധതി ഫ്ലാറ്റുകൾ ചെയ്തിട്ട് അവരെ യൂണിയനിൽ വിട്ട വ്യക്തികൾക്ക് മാത്രമായിട്ട് കൊടുക്കുകയും ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ, മേയർ തിരഞ്ഞെടുപ്പ് പ്രക്രിയ നിലവിലിപ്പോൾ പൂർണ്ണമായിരിക്കുന്നു. മാധ്യമങ്ങൾക്ക് വിലക്കുണ്ടായിരുന്നു. ഈ തിരഞ്ഞെടുപ്പ് പ്രക്രിയ ഈ നഗരസഭാ കൗൺസിലിൻ്റെ ഉള്ളിലാണ് നടന്നുകൊണ്ടിരുന്നത്. എന്തായാലും ഇപ്പോൾ തിരഞ്ഞെടുപ്പ് പൂർത്തിയായിരിക്കുന്നു. VV രാജേഷിന് 51 വോട്ടുകൾ ലഭിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടാണ് പുറത്ത് വരുന്നത്. എന്തായാലും ഈ കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ BJP കൗൺസിലർമാർ നിരവധി ദൈവങ്ങളുടെ പേരുപയോഗിച്ച് സത്യപ്രതിജ്ഞ ചെയ്തതിൽ നിരവധി വിവാദങ്ങൾ ഉയർന്നു വന്നിരുന്നു. അതും CPM ഇതിൽ ഈ ഒരു ചടങ്ങിൽ പ്രധാനമായും ഉയർത്തി കാട്ടിയിരുന്നു. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.